മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ പഴയ കെട്ടിടം നാളെ പൊളിക്കും. ഏറെ വിവാദങ്ങൾക്കും കോടതി നടപടികൾക്കും ശേഷമാണ് കെട്ടിടം പൊളിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണിത്. താഴത്തെ നിലയിൽ സ്റ്റേഷനറി, റബ്ബർ കട, ഇലക്ട്രോണിക്സ് റിപ്പയർ ഷോപ്പ്, മുകളിലത്തെ നിലയിൽ ക്ലിനിക് എന്നിവ പ്രവർത്തിച്ചിരുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം കെട്ടിടത്തിലെ വാടകക്കാരെ ഒഴിവാക്കിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നതോടെ ഈ കെട്ടിടം ഉടൻ പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമായി. നൂറുകണക്കിന് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെ വരാന്തയിലാണ്. 50 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ സ്ലാബുകൾ അടർന്ന് മഴ പെയ്താൽ വെള്ളം കെട്ടിടത്തിനുള്ളിലേക്കാണ് വീണിരുന്നത്. ഇതെല്ലാം കെട്ടിടത്തിന്റെ സുരക്ഷയിൽ ആശങ്ക വരുത്തിയിരുന്നു. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ കെട്ടിടത്തിലെ വാടകക്കാർ കോടതിയെ സമീപിച്ചതോടെ പൊളിക്കാനുള്ള നടപടികൾ നീണ്ടു. 2025 ഒക്ടോബർ 21 ചേർന്ന കൗൺസിൽ യോഗത്തിൽ കെട്ടിടം പൊളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവും ലഭിച്ചതോടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതോടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് നിലവിൽ അനുഭവിക്കുന്ന സ്ഥലക്കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാനാവുമെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ജീർണിച്ച അവസ്ഥയിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടം നാളെ പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ കുറേ കാലത്തെ നമ്മുടെ ഒരു പ്രയത്നഫലമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നഗരസഭയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു. അതുപ്രകാരം കൊട്ടേഷൻ നടപടികൾ സ്വീകരിച്ച് നാളെ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതോടൊപ്പം ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.